18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ടുകൾ തുടങ്ങാൻ രക്ഷിതാക്കളുടെ അനുവാദം വേണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഏത് നിയമത്തിന്റെ കരട് രൂപമാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്? ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. ഈയിടെ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് സ്വത്തവകാശം ഭരണഘടനാപരമാണെന്ന് സുപ്രീംകോടതി വിധിച്ചത്? ബംഗളൂരു മൈസൂരു വ്യവസായ ഇടനാഴി പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ്. സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരത്തിന് വേണു നായരെ അർഹനാക്കിയത്? ആത്മാവിന്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. സംസ്ഥാന ആരോഗ്യമന്ത്രി പുറത്തിറക്കിയ ജി-ഗേറ്റ് പീഡിയാട്രിക് എന്താണ്? കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ. ജെൻ റോബോട്ടിക്സ് ആണ് പുറത്തിറക്കിയത്. US ജനപ്രതിനിധി സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടത്? മൈക്ക് ജോൺസൺ. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ഭുവനേശ്വറിൽ നടന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷത്തിൽ മുഖ്യ അതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് കാർല കങ്കലു. ഏത് നവോത്ഥാന നായകന്റെ 200ാം ജന്മവാർഷികവും 151ാം ചരമവാർഷികവുമാണ് 2025 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തിലാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 ഉദ്ഘാടനം ചെയ്തത്? ബിർസ മുണ്ട. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേര്? ജനറേഷൻ ബീറ്റ. രാജ്യത്തിന് അനഭിമതനായി തീർന്നതോടെ രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ വെച്ച് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപിനെ പ്രഖ്യാപിച്ചതാര്? കമല ഹാരിസ്. ദക്ഷിണ ധ്രുവത്തിലെത്തിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ നേതാവായ ഗബ്രിയേൽ ബോറിക് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ്? ചിലി.